ബിരിയാണി ഉണ്ടാക്കിയാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകണ്ടേന്ന് മടിച്ചിരിക്കുന്നവർക്കും അതുപോലെ പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഒരൊറ്റ കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കനാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളം കംപ്ലീറ്റ് കളയുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നന്നായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വെക്കാം. അപ്പം ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടൊന്ന് വറുത്ത് കോരി മാറ്റാം. ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇല്ല എന്ന് കരുതിയിട്ട് ഇതിൽ ടേസ്റ്റിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറി തുടങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്കൊരു ചെറിയ സവാള കനം കുറഞ്ഞ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബിരിയാണി അലങ്കരിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ബാക്കി നോക്കാം. കുക്കറിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചതച്ചെടുക്കാനായിട്ട് 5 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി കട്ട് ചെയ്ത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തക്കാളി വേവായി കിട്ടാൻ ഇതൊരു 5 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. തക്കാളി വേവായിട്ടുണ്ട്. ആവി കയറിയാൽ പെട്ടെന്ന് വേവാകുമല്ലോ. ഇതാ തവി കൊണ്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് ആവുന്നവരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. വേറെ മുളക് പൊടിയോ ചിക്കൻ മസാലയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പുതിനയില എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അരി വേവിക്കാനുള്ള വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 3 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചൂടാൻ വെച്ചിട്ടുള്ളത്. ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിൽ വേവുമോ എന്നുള്ള സംശയം വേണ്ട. അതിൽ കറക്റ്റായിട്ട് വേവും. അപ്പോൾ ചിക്കൻ കൂടുതൽ സമയമൊന്നും വെച്ച് കൊടുക്കണ്ട. കൂടുതൽ സമയം വെച്ച് കൊടുത്താൽ അതിൻ്റെ എല്ല് മാത്രമേ കിട്ടുള്ളൂ. നന്നായിട്ട് വെന്തൊടയും. ഒരു 3-4 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിടുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞതിന് ശേഷം ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അരി മുഴുവനായി ഇട്ട് കൊടുത്ത് ചട്ടകം കൊണ്ടൊന്ന് ഉപ്പാക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ ചൂടാക്കിയിട്ടുള്ള വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരി താഴ്ത്തിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അരിയും മസാലയും കൂടെ മിക്സാവും. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. കുക്കറിൻ്റെ അടപ്പടച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അടപ്പ് തുറന്ന ഉടനെ ചെറിയൊരു നനവുള്ള പോലെ തോന്നും. വെള്ളം കൂടി കുറേ ഒന്നും ചെയ്തിട്ടില്ല, കറക്റ്റാണ്.
കുക്കറിൻ്റെ അടിയിലൊന്നും ഇച്ചിരി പോലും പിടിച്ചിട്ടില്ല. വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ചിക്കനൊന്നും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴും അതുപോലെ ബിരിയാണി വെച്ചാൽ അതിൻ്റെ പാത്രം കഴുകാൻ മടിയുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ മടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണിത്. ഇതാവുമ്പോൾ ഒരൊറ്റ കുക്കറിൽ എല്ലാ കാര്യവും കഴിഞ്ഞോളും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.